നമസ്കാരം. ശേഷം വെളുത്തരിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി മലയാളികൾ ഒട്ടനവധി പ്രാവശ്യമായി കാത്തിരിക്കുന്ന ഒരു സിനിമ അഡാർലുവിൻ്റെ വിശേഷം പങ്കുവയ്ക്കാൻ ഇന്ന് 4 പേര് നമ്മോടൊപ്പമുണ്ട്. നമുക്കറിയാം, ഒട്ടനവധി വിവാദങ്ങൾക്ക് ശേഷമാണ് ഈ ചിത്രം പ്രേക്ഷകരുടെ മനസ്സിലെത്തുന്നത്. ഒരൊറ്റ പാട്ട് കൊണ്ട് ലോകമെമ്പാടും കീഴടക്കിയ 2 അതിഥികൾ, അതിനോടൊപ്പം അവരോടൊപ്പം നിന്ന മറ്റ് 2 പേർ. 4 പേർക്കും സ്വാഗതം. ഒരു വർഷമായിട്ട് എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. 1 വർഷത്തോളം ആവാറായി. അപ്പോൾ എന്താ പറയുക, എല്ലാവരുടെയും ഹാർഡ് വർക്കും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും ഡെഡിക്കേഷനും ആണ് ഈ വർക്കിലുള്ളത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി വരാൻ വേണ്ടിയിട്ട്. അല്ല, ഈ മലയാളം ചിത്രത്തിൽ നിന്ന് ഇപ്പം പ്രിയ മലയാളി പ്രേക്ഷകരിൽ നിന്ന് കൈവിട്ടു പോയി. മലയാളി പ്രേക്ഷകരിൽ നിന്ന് പ്രിയ അങ്ങ് അകലേക്ക് എത്തി. അത് തന്നെ ഒരു പടത്തിന്റെ വിജയമായിരിക്കും. ആ അകൽച്ചയിലേക്ക് മലയാളി പ്രേക്ഷകരിൽ നിന്നും അകന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റ് ഭാഷയിലേക്ക് പ്രിയ എത്തിയിരിക്കുന്നു. അതൊക്കെ ഈ ചിത്രത്തിൽ നിന്ന് വന്നൊരു അഭിമാന നിമിഷങ്ങളല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതെ. കുറേ ഓഫേഴ്സ് വന്നിരുന്നു, പക്ഷെ എന്നാലും അഡാർ ലവിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതും. പിന്നെ അതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ മൂവിയിലേക്ക് കമ്മിറ്റ് ചെയ്തത്. ഷൂട്ടെല്ലാം തീർന്നതിന് ശേഷമാണ് അല്ലേ റോഷ? എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമാണ്. 1 വർഷം പിന്നിട്ട് അല്ലേ? ഷൂട്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ചിത്രം ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫെബ്രുവരി 14 നിങ്ങൾ 2 പേരും വെച്ച് നമ്മൾ തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? വീണ്ടും ആ ഫെബ്രുവരി 14 എത്തിയിരിക്കുന്നു അല്ലേ? വളരെ പ്രതീക്ഷയല്ല നൽകുന്നു ഈ ചിത്രം. അതെ, ഒരുപാട്. കാരണം ഒരുപാട് ആൾക്കാരുടെ അധ്വാനമാണ് ഈ ഫിലിം പറയണത്. നമ്മൾ മാത്രമല്ല, ഇതിലുള്ള എല്ലാവരും കുറേ പേരൊന്നും വരെ എത്തിയിട്ടില്ല. എല്ലാവരുടെയും എന്താണ്, ഒരു കൊല്ലത്തെ ആ ഒരു എഫേർട്ടാണ് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എല്ലാവരും കാണണം ഫിലിം. എല്ലാവരും കാണാൻ വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുക. അതിന്റെ മാജിക്കുകൾ ഒത്തിരി ഉണ്ട് ആ ചിത്രത്തിൽ. മാജിക് തിയേറ്ററിൽ ഇപ്പോൾ തന്നെ കാണുമല്ലോ. അരുൺ നമസ്കാരം. ആദ്യ ചിത്രത്തിൽ നിന്ന് തന്നെ പ്രേക്ഷകരെ മനസ്സിലെത്തി, മീശമാധവനിലെത്തി, കുറേ ചിത്രങ്ങൾ കൈനിറയെ കിട്ടി. എന്നാൽ ഇതിലായിരിക്കും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാവുമോ? അതിൽ ഇപ്പോഴത്തെ ഒരു ഏജിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇത് തന്നെയായിരിക്കും. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒളിമ്പ്യൻ അന്തോണിയാദം എന്ന് പറഞ്ഞ ചിത്രം എൻ്റെ ആദ്യത്തെ സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമ ഇത് തന്നെയായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ ഇത്രയും വേൾഡ് വൈഡായിട്ട് എത്തുകയും പല ഭാഷകളിലായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന് എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ്. കാരണം ലൈഫിൽ വേറൊരു ടേണിംഗ് പോയിന്റിന് നിൽക്കുന്ന ഒരു പോയിന്റിലാണ് അവർക്ക് ഈ മൂവിയിൽ വിളിച്ചിട്ട് നീ ഇതിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ഇതിലൊരു ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിലാണ് ഇപ്പോഴും ഇപ്പോൾ ഇരിക്കുന്നത്. പ്രൊഡ്യൂസറിൻ്റെ മോനാണ് കേട്ടോ പ്രേക്ഷകർ. ഇത് പ്രൊഡ്യൂസറിൻ്റെ മോനാണ്. അത് ഇന്നാണ് നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ മോൻ എന്നുള്ള രീതിക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? എങ്ങനെയുണ്ട്? അപ്പം ഈ ഫീൽഡിലാണെങ്കിലും എപ്പോഴും കേൾക്കുമായിരുന്നു സംഭവം. കുഴപ്പമില്ല, എളുപ്പമായിരിക്കും എന്നുള്ളൊരു ഇതിലാണ് പോയത്. ആദ്യത്തെ ഷോട്ട് തന്നെ മനസ്സിലായി സംഭവം എളുപ്പമുള്ള പരിപാടി. പക്ഷേ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വന്ന് ഓരോ ആഴ്ചയും കഴിഞ്ഞപ്പോഴും ഓരോ ദിവസവും കഴിഞ്ഞപ്പോഴും അത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് അവസാനം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പടം അങ്ങനെ തീരും. അല്ല, നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, തിരക്കില്ലാത്ത വേഷം അല്ലേ? ഇവരെല്ലാവരുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, എല്ലാവരുമായിട്ടുള്ള നമ്മളെല്ലാം ഒരു ടീമായിട്ടാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഒരുമിച്ചുള്ള സീനുകളാണ് കൂടുതലും ഉള്ളത് അല്ലേ? അത് തന്നെയാണ് ഈ പടത്തിൽ പറഞ്ഞു പോകുന്നത്. പ്രിയ, ഈ ഒരു പാട്ടോട് കൂടിയാണ് നമ്മൾ സൂപ്പർ ഹിറ്റിലേക്ക് ചെല്ലുന്നത്. 10 പാട്ടുകളുണ്ട് ഇതിനകത്ത്. എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഓരോ പാട്ടും ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പോലെയാണ്. എന്താ പറയുക, എല്ലാം ഡിഫറെൻ്റ് ആണ്. പിന്നെ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. റോഷൻ പിന്നെ അറിയാലോ, ഡാൻസറാണ്. ഞങ്ങൾക്കൊക്കെ എളുപ്പമുള്ള സ്റ്റെപ്സ് ആണ് എല്ലാത്തിലും ഉള്ളത്. റോഷൻ മാത്രം തകർത്ത് കളിക്കും. അല്ല, അതുകൊണ്ട് നമുക്ക് ഡാൻസ് ഭാഷ വയ്ക്കുമ്പോൾ റോഷന്റെ സഹായം ഇവർക്ക് നിങ്ങൾക്കൊക്കെ കിട്ടിയോ? അതൊന്നും കിട്ടില്ല. ആരും സത്യം പറഞ്ഞു കിട്ടില്ല. ഇല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ റോഷന് കൊടുക്കുന്ന സ്റ്റെപ്പ് ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ എഫേർട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു. അവൻ അവിടെ
അത് ഭയങ്കര പാടായിരുന്നു. പിന്നെ അവൻ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വെയിലത്തൊക്കെ നിന്ന് ഷൂട്ട് ഭയങ്കര ടയർഡായി ഒരു പ്രാവശ്യം പെയിന്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ 10 സോങ്ങുകൾ നേരത്തെ പറഞ്ഞ 10ഉം എല്ലാവർക്കും വേണ്ടി എഴുതിയതുപോലെയാണ് ഈ സോങ് പോകുന്നത്. എല്ലാവർക്കും സോങ്ങും ഷാനിക്കാടേതായ ഒരു ഡിഫറെന്റ് രീതിയിലാണ്. എല്ലാ ചാനലിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. എല്ലാം ഒരേ രീതിയിലല്ല, പല പല ഡിഫറെന്റ് രീതിയിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സോങ്. ഇറങ്ങിയ മാണിക്യമലര് മെലഡി ആണെങ്കിൽ ഫ്രീക്ക് പെണ്ണെ വേറൊരു ജോണറായിരുന്നു. അതിനുശേഷം ഇനിയുള്ള പാട്ടുകളെല്ലാം ഓരോന്നും ഓരോ ഫീലില് ഓരോ സിറ്റുവേഷന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു യാത്രയാണ് ഈ സിനിമയിലൂടെ പോകുന്നത്. എന്താ പറയാ, നമ്മളെല്ലാവരും അത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളും എക്സൈറ്റഡ് ആണ്. കാരണം മൂവി നമ്മൾ ആദ്യമായിട്ട് അഭിനയിച്ച മൂവി ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ പെർഫോമൻസ്, അതിൻ്റെ ഫീഡ്ബാക്ക്, അതൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാവരും ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അല്ല, ഈ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്കിപ്പോൾ 3 പേർക്കും വലിയൊരു കാര്യമായിട്ട് പ്രിയയ്ക്കും അത് തന്നെ. പ്രിയ അതിൻ്റെ അപ്പുറത്തേക്ക് ചെന്നപ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇവർക്കും കൂടെ പങ്കുവയ്ക്കാൻ പറ്റുക അല്ലേ. വലിയ പ്രൊജക്റ്റുകളിലേക്ക് പോയിരിക്കുന്നു, ഇപ്പം വലിയ പരസ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു, ഇപ്പം ഹിന്ദിയിലൊക്കെ സൂപ്പർ ഹിറ്റ് പടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരു ദൈവഭാഗ്യമാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതെ. കഴിവുണ്ടായിട്ടും മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവാനുഗ്രഹം തന്നെയാണ്. ഇത്രയും എന്താ പറയുക, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്ര റെക്കഗ്നിഷൻ കിട്ടുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഭാഗ്യം തന്നെയാണ്. ആ പാട്ടൊക്കെ നിന്ന് പോയ ഒരു സമയമുണ്ടായി. നമുക്കൊക്കെ എല്ലാവർക്കും വിഷമമായ ഒരു സമയമായിരുന്നു. ആ പാട്ട് നിന്ന് പോയപ്പം അത് പിന്നീട് പാട്ട് സുപ്രീം കോടതി വരെ നമുക്ക് അനുകൂല വിധിയുണ്ടായി. ആ പാട്ടിൽ തന്നെയാണ് നമ്മുടെ ഒരു വളർച്ച എന്ന് പറയേണ്ടതായി വരില്ലേ? എല്ലാവരും കൊണ്ടുള്ള ചോദ്യം, ആ പാട്ടാണ് നമ്മുടെ ഒരു വളർച്ചയിലേക്ക് എത്തിയ ഈ സിനിമ. അതെ, ആ പാട്ട് തന്നെയാണ്. നമ്മൾ ആ മൂവി ഷൂട്ട് നടക്കുന്ന സമയത്തും തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടേ നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോഴും അവിടെ ഷൂട്ട് തുടങ്ങുന്ന 2 ദിവസം മുമ്പേ ഈ പാട്ടിനെ പറ്റി ഭയങ്കര ഹൈപ്പാണ്. എല്ലാവരും പറഞ്ഞ് പാട്ട് കേട്ടിട്ടില്ല നമ്മളാരും. ഞാൻ കേട്ടില്ല. പാട്ട് ഇങ്ങനെ മാണിക്യമലര് അത് ടെൻഷൻ അടിക്കേണ്ട എന്നായിരുന്നു ആ പാട്ടിനെ പറ്റി പറയുന്നത്. കാരണം ആ പാട്ട് അത്രയ്ക്ക് ഫീൽ ഉണ്ടെന്ന് ഡെഫിനറ്റ് ആയിരുന്നു. എല്ലാവർക്കും അതിലൊരു അഷ്യൂരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ പടം ഷൂട്ട് തുടങ്ങി ആ പാട്ടിൻ്റെ വിഷ്വൽസ് എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ഫീല് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം എന്നും ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർക്ക് വന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് കാണും. അപ്പോൾ ആ സീൻസ് കാണുമ്പോൾ തന്നെ ആ വിഷ്വലിയും ആ പാട്ടുമായിട്ടുള്ള സിങ്ക് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ട് അപ്പം നമുക്ക് ആ സമയത്ത് അതൊരു ഈ ഒരു ലെവലിൽ പോകുന്നൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതൊരു ഫാക്റ്റാണ്. നമുക്കൊരു മലയാളികൾക്ക് എല്ലാവർക്കും എക്കാലം ഓർത്തു വയ്ക്കുന്ന ഒരു പാട്ടായിരിക്കും, എല്ലാവരും ഒരിക്കലും മറക്കാത്തൊരു പാട്ടായിരിക്കും എന്നുള്ളൊരു അഷ്യൂരിറ്റി ഉണ്ടായിരുന്നു. അതിൽ നിന്നും വേറൊരു ഇതിലേക്ക് പോകുന്നുള്ളത് ഈ പറഞ്ഞ ദൈവഭാഗ്യം തന്നെ. തീർച്ചയായിട്ടും. റോഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച ഡാൻസ് മാത്രം, സിനിമ അഭിനയം ഒന്നും ഒരു ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ആഗ്രഹിച്ച വ്യക്തി എന്നല്ല, ആഗ്രഹിച്ചിട്ടില്ല എന്നല്ല. ഡാൻസിങ് ആയിരുന്നു എൻ്റെ പാഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആക്ടിങ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മാജിക് പോലെയായിരുന്നു. ചെറുപ്പം മുതലേ കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യണത്, സ്ക്രീനിൽ കാണുമ്പോൾ ഇവരെങ്ങനെ ഇത് അഭിനയിക്കണത്. ഷാറുഖ് ഖാനാണ് ഞാൻ ഏറ്റവും അഡ്മയർ ചെയ്യണത്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇതെങ്ങനെ ഇവരെങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിനധികം നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നില്ല. ഓക്കെ ഡാൻസ് അറിയാം, ഓക്കെ ആ റൂട്ടിൽ പോകാമെന്നായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്ത് ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഡാൻസിൽ ഫോക്കസ് ചെയ്ത് പിന്നെ ഒരു പകുതി ആയപ്പോഴാണ് എനിക്ക് D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ അതിൽ കയറിയതിന് ശേഷമാണ് ജഡ്ജസും കണ്ടസ്റ്റൻസും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് എടുത്തു പറഞ്ഞ്. അപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ. അപ്പോൾ ട്രൈ ചെയ്ത് കിട്ടി. അതൊരു ലക്ക് തന്നെയാണ്. പിന്നെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സും ആണ്. അതൊരു വലിയൊരു കഴിവുള്ളതുകൊണ്ടാണെന്ന് പറയുന്നില്ല. അഭിനയത്തിൽ പ്രിയ സഹായിച്ചോ? ഒരുപാട്. എന്താ സഹായിച്ചോ? എന്താ സഹായിച്ചത്? റൊമാൻസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു. ഇല്ല, പ്രിയ റൊമാൻസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു. അതെ. ഈ പ്രിയയെ സംബന്ധിച്ചിടത്തോളം അഭിനയത്തിന് കഴിവുള്ള ഒരു കുട്ടിയാണ്. കാരണം വെച്ചാൽ ഒത്തിരി ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുത്ത് റാമ്പിൽ കയറുന്നു, ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു പ്രശ്നമില്ലാതെ നിന്ന ഒരു കുട്ടി തന്നെയാണ് നേരത്തെ മുതൽ. ആ പ്രിയയോട് കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ ആരാണെന്ന് അറിയാതെയാണ് പ്രിയയുടെ അടുത്ത് ചെല്ലുന്നു. ആ പാട്ട് ഹിറ്റായോടെ പ്രിയയോട് അഭിനയിക്കാൻ കിട്ടിയ അവസരം എത്രമാത്രം സംതൃപ്തിയാണ് ജീവിതത്തിൽ കിട്ടാൻ? അത് ശരിക്കും നേരെ തിരിച്ചായിരുന്നു ആദ്യം. കാരണം റോഷന്റെ കൂടെ അഭിനയിക്കാനാണ് പ്രിയ വന്നത്. പ്രിയയുടെ കൂടെ റോഷൻ അല്ല അഭിനയിക്കാൻ വന്നത്, റോഷന്റെ കൂടെ അഭിനയിക്കാനാണ് പ്രിയ വന്നത്. പാട്ട് ഇറങ്ങിയതിനു ശേഷം നേരെ തിരിച്ചായി. പിന്നെ ചേട്ടാ
അല്ല അരുണുള്ളത് ആൻറ്റി ഇതിലൊരു മുതിർന്ന ഒരു വ്യക്തി എന്നുള്ള അരുൺ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് കൊടുക്കണമല്ലോ. ഇല്ല, പ്രിയാറിന് ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതാണ്, അത് സമ്മതിക്കന്നെ വേണം. പിന്നെ എന്താ വെറുതെ സ്റ്റെയർ കേസ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കൊടുന്ന് നിർത്തിയതാണ് എൻ്റെ ഒപ്പം വേണ്ടിയിട്ട്. പക്ഷെ പ്രിയ സ്കോർ ചെയ്തു. ഇല്ല പ്രിയ സ്കോർ ചെയ്തു. അതെ അതെ, അത് റോഷന്റെ ഒരു ഭാഗ്യമായി മാറി. അതെ ഒരുപാട് അല്ലേ, അത് ശരിക്കും. ഈ പ്രിയയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കഴിയുന്നു, അടുത്ത സിനിമയിലേക്ക് പോകുന്നു, അതൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. റോഷൻ അസൂയുണ്ട്. എന്തിന് അസൂയുണ്ടോ എനിക്ക്? ചെറുതായിട്ട്. ഓ ചേട്ടാ, ഈ നേരത്തെ എന്ത് പറഞ്ഞില്ല ചേട്ടാ, എനിക്കൊന്നും അതവിടെ ഇവിടെ വേറെ, ഇവിടെ അസൂയല്ല അവിടെ അസൂയുണ്ട്. അല്ല ഞാൻ ഇല്ലല്ല ചോദ്യമായിട്ട് ചോദിച്ചോളൂ. ഇല്ലല്ല, നമുക്ക് പ്രൗഡല്ലേ നമ്മുടെ ഒപ്പമുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും ഹൈപ്പിലെത്താന്ന് പറയുമ്പോൾ നമുക്ക് പറയാലോ. എന്റെ കൂടെ അത് അഭിനയിച്ച. അതെ ശരിക്കും അല്ലേ. പിന്നെ പ്രിയ കുറച്ച് പ്രിയക്കും പറയാലോ റോഷന്റെ കൂടെ അഭിനയിച്ചെന്നൊക്കെ. അത് പ്രിയ പറയുന്നത് പ്രിയ പറയട്ടെ. പ്രിയ എന്തോ ഒരു ആക്ഷൻ കാണിച്ചോട്ടോ. നമ്മൾ ആ സ്റ്റെയർ കേസ് ഇറങ്ങി. അല്ല അത് എല്ലാവർക്കും ഒരു അനുഭവം തന്നെയായിരിക്കും ചിത്രം. നമ്മൾ ഓരോരുത്തർ അവരുടെ കഴിവ് വെച്ച് മുകളിലേക്ക് പോകുന്നു. അത് നമ്മളും അത് ഉൾക്കൊള്ളണം. അത് തന്നെയാണ്. പ്രിയ എത്തിക്കഴിഞ്ഞാൽ പ്രിയ ഹിന്ദിയിലൊക്കെ പോകുമ്പോൾ പ്രിയയ്ക്ക് പറയാൻ പറ്റും നല്ലൊരു സ്റ്റാൻഡേർഡ് എൻ്റെ ഒരു പേരായിട്ട് റോഷങ്ങളൊന്ന് വെക്കണം എന്ന് പ്രിയ പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പറയണേ നമ്മള് ആരെ പോലെ ആവാനാ ഉദ്ദേശിക്കുന്നത്? ആരെ പോലെ? നമ്മൾ പ്രിയം റോഷൻ ആവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല നേരത്തെ പറഞ്ഞു. ഇല്ല ആണോ ആണോ എനിക്കറിയില്ല. ഇല്ല, SRK കാജോൾ പോലെ ആവാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതല്ലേ, ഒരുപാട് ഫിലിംസ് ഒരുമിച്ച് ചെയ്യാനാണ് ആഗ്രഹം. ആഗ്രഹം സഫലമാകട്ടെ. എന്തായാലും ഈ സിനിമ നല്ല ലൊക്കേഷൻ സ്കൂളിൽ നമ്മൾ തൃശ്ശൂർ സ്കൂളിലാണ് കൂടുതൽ ലൊക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ട് എല്ലാവരുമായിട്ട്? തീർച്ചയായിട്ടും. ഞങ്ങളെ കണ്ടിട്ട് തോന്നുന്നില്ലേ അങ്ങനെ? നമുക്ക് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നല്ലോ, എല്ലാവരും പല ഇതായതുകൊണ്ട് വരാത്താണ്. ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ടല്ലോ അല്ലേ? ഈ പ്രിയ മറ്റ് ഭാഷയിലേക്ക് പോയപ്പം ഇവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എല്ലാവരും ടീച്ചർ കണ്ടിട്ട് എനിക്ക് നല്ല റെസ്പോൺസ് തന്നെയാണ് തന്നത്. എല്ലാവരും സപ്പോർട്ടീവ് തന്നെയാണ്. ഈ പേരൻസിന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. നമുക്ക് പേരൻസ് എപ്പോഴും കൂടെ ഉണ്ട്, ലൊക്കേഷനിൽ കൂടെ ഉണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പം മറ്റ് ഭാഷയിലേക്ക് പോകുമ്പോൾ പേരൻസ് ഒക്കെ കൂടെ ഉണ്ടോ? എങ്ങനെയാണ്? അതെ അതെ, മറ്റു ഭാഷകളിലേക്ക് പോകുമ്പോൾ അച്ഛനാണ് കൂടെ വരാറ്. ഇവിടെ അടുത്ത എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മ വരും. പിന്നെ പറ്റാത്ത ദിവസങ്ങളിൽ, അതായത് എനിക്കൊരു അനിയനുള്ളതുകൊണ്ട് എപ്പോഴും അമ്മയ്ക്ക് വിട്ടു നിൽക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ മാറി മാറി അച്ഛനും അമ്മയും വരുന്നു. മലയാളത്തിൽ വേറെ ഓഫർ വന്നു? മലയാളത്തിൽ നിന്ന് ഇതുവരെ ഓഫറൊന്നും വന്നിട്ടില്ല. മറ്റു ഭാഷയിൽ നിന്ന് ഓഫർ വരുന്നല്ലേ? അതെ, കാരണം മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു പെർഫോമൻസ് കണ്ടിട്ടേ അവർ വിലയിരുത്തുള്ളൂ. എന്തായാലും ഈ പടം റിലീസിന് ശേഷമായിരിക്കും ഓഫറുകൾ വരാൻ തുടങ്ങുന്നത്. പ്രതീക്ഷിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. റോഷനും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ റോഷൻ? ഇല്ല, വരുന്നുണ്ട് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മൂവി റിലീസായതിനു ശേഷം നോക്കി ചെയ്യാന്നുള്ള രീതിയിലാണ്. എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളൂ? അതെ, നല്ല നോക്കി ചെയ്യാന്നുള്ള രീതിയിലാണ്. അത് നല്ല തീരുമാനം. അരുണെ, ഈ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡയറക്ടറെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഉമർ ഇല്ലെങ്കിൽ ഈ പടം ഉണ്ടാവില്ല, പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഈ പടം ഉണ്ടാവില്ല. ഇവർ രണ്ടും ഒരുമിച്ച് കൂടി കൊണ്ടാണ് ഈ ചിത്രം ഉണ്ടായത്. നമുക്കിന്ന് ഉമർ ഇവിടെ ഇല്ല. ഉമർ ദുബായ് പ്രോഗ്രാം ദുബായിലാണ്. അതുകൊണ്ടാണ് ഉമർ ഇല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഡയറക്ടർ എങ്ങനെയാണ് മൊത്തത്തിൽ വിലയിരുത്തിയത്? നമുക്ക് ഞാൻ ഈ മൂവിയിലേക്ക് വന്നത് ഇക്ക തന്നെയാണ് എന്നെ വിളിച്ചത്. ഈ മൂവി ചെയ്യണം, നീ ഇതിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തന്നെയാണ് വിളിച്ചത്. പിന്നെ ഭയങ്കര ഫ്രീ ആയിരുന്നു. വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഫസ്റ്റൊക്കെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം നമ്മൾ ഇവരെല്ലാവരും പുതിയ ആൾക്കാരാണെന്നുള്ളത് പുള്ളിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി അതിൻ്റേതായ സ്പേസ് കൊടുത്ത് മാക്സിമം ടൈമും കൊടുത്ത് എല്ലാവർക്കും ഒരു സീൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീൻ എത്ര ടേക്ക് പോയിരുന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റേതായൊക്കെ ഔട്ട് തന്നെയാണ് നമ്മൾ ഈ പാട്ടിലും ഇത്രയും വൈറലാവാനും കാര്യങ്ങളൊക്കെ എല്ലാം സാധ്യത ഉണ്ടായത്. നമ്മൾ ആ ടീസർ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് നല്ലൊരു ഫ്ലൈങ് കിസ് ഏതുണ്ടടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പലരും പലതും പറഞ്ഞിട്ട് അവസാനം ഒരു നാഹിൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ് പറഞ്ഞത് ഇങ്ങനെ കിസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, അത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു എല്ലാവരുടെയും ഒപ്പീനിയൻസ് എടുത്തിട്ട് അതിനെ പുള്ളിയുടെ ഒരു രീതിയിൽ കാണിക്കുക എന്നുള്ളതായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വന്നത്, പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഥയിൽ കുറേ മാറ്റങ്ങൾ വന്നു. അതെല്ലാം പുള്ളിയുടെ കുറേ ഇക്കയുടെ ഐഡിയാസിൻ്റെ ബേസിസിൽ തന്നെയാണ്. അത് സിനിമയ്ക്ക് നല്ല രീതിയിൽ വന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമ കണ്ടു കഴിയുമ്പോൾ ആളുകൾ വിലയിരുത്തട്ടെ, പ്രേക്ഷകർ വിലയിരുത്തട്ടെ അല്ലേ?
ഇനിയിപ്പോ സിനിമാ ജീവിതത്തിലേക്ക് തന്നെ നിൽക്കാനാണോ? ഒന്നും ആസ് ഓഫ് നൗ തീരുമാനിച്ചിട്ടില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പകുതി ആയപ്പോഴത്തേക്കാണ് സിനിമയിൽ, അപ്പോൾ ഒരു 3 മാസത്തെ പരിപാടി എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. 1 വർഷമായി പോയി. 2 വർഷമായി. 2 വർഷമാവും. അപ്പോഴത്തേക്ക് എല്ലാം ഒരു സ്റ്റാൻസില്ല. പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ. പഠിക്കണോ അതോ അഭിനയിക്കണോ? ഇല്ല, എന്തായാലും സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറെ പഠിച്ചു, അതുകൊണ്ട് എന്തായാലും തീർക്കും. റോഷന്റെ സിഗ്നലിൽ തന്നെ എന്തോ അർത്ഥമുണ്ട്. അല്ല, അത് വേറെ ഒന്നല്ല. റോഷൻ പഠിച്ചോണ്ട് റോഷന്റെ കാര്യം റോഷന് ഒരു വെല്ലുവിളി ആവുന്നതാണ് റോഷൻ ഓർത്ത്. എനിക്ക് എന്തിനു ഇല്ല ചേട്ടാ, ഇല്ലേ ആവൂലേ.